ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. കർക്കിടമാസം സമാഗതമായി തുടങ്ങി. നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഹിന്ദു ഗൃഹങ്ങളിലെല്ലാം തന്നെ കർക്കിടമാസത്തിൽ രാമായണ പാരായണം അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ. എല്ലാ ദിവസങ്ങളിലും രാമായണം വായിക്കുന്ന ധാരാളം ഹിന്ദു ഗൃഹങ്ങൾ മുമ്പുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അതിനെല്ലാം കുറവ് വന്നു. ഇപ്പോൾ വായന മുഴുവൻ കർക്കിടക മാസത്തിലേക്ക് മാത്രമായിട്ട് ചുരുക്കിയിരിക്കുകയാണ്. ജീവിതത്തിൻ്റെ ഓരോ തിരക്കുകൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഭക്തിമാർഗത്തിന് കുറച്ച് മങ്ങലേറ്റത് കൊണ്ടായിരിക്കാം. ഏതായാലും കർക്കിടക മാസത്തിലാണ് ഇപ്പോൾ പ്രധാനമായി രാമായണം വായന കേരളത്തിൽ നടക്കുന്നത്. പ്രധാനമായിട്ട് നമ്മൾ വായിക്കുന്ന രാമായണം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാൽ രചിക്കപ്പെട്ട രാമായണം കിളിപ്പാട്ടാണ്. അതാണ് നമ്മൾ ഈ കർക്കിടക മാസത്തിൽ വായിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ കർക്കിടക മാസം രാമായണ വായനയ്ക്കായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തത്? കർക്കിടക മാസകാലം പൊതുവെ കാർഷിക മേഖലയായിട്ടുള്ള കേരളത്തിൽ, അതായത് കൃഷിക്കാർ കൂടുതൽ ജീവിക്കുന്ന ഒരു പ്രദേശമാണല്ലോ കേരളം. അവിടെ ഈ നെൽകൃഷിക്കാണല്ലോ പ്രാധാന്യം. അപ്പോൾ ചിങ്ങമാസത്തിലേ ഇവിടെ കൊയ്ത്തെല്ലാം തുടങ്ങുള്ളൂ. ഇപ്പോൾ കർക്കിടകത്തിൽ വയലേലകൾ മുഴുവൻ കതിർ ചൂടി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ പ്രത്യേകിച്ച് കർഷകന്മാർക്ക് വലിയ തിരക്കുള്ള പണികളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. പിന്നെ തോരാത്ത മഴയും. അപ്പോൾ പുറത്തിറങ്ങാനോ പണിയെടുക്കാനോ ഒന്നും പറ്റുകയുമില്ല. പണിയെടുക്കേണ്ട കാര്യമായിട്ടുള്ള ആവശ്യവും പാടത്ത് പണിയെടുക്കേണ്ട കാര്യമായ ആവശ്യവും ഈ സന്ദർഭങ്ങളിൽ വരുന്നില്ല. അതുകൊണ്ടായിരിക്കാം ഈ കർക്കിടക മാസം രാമായണ പാരായണത്തിൽ തിരഞ്ഞെടുത്തതാണ് നമുക്ക് ധരിക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും രാമായണത്തിനെക്കുറിച്ച് അല്പം ഒരു ചെറിയ വിശദീകരണം. ആദ്യമായിട്ട് രാമായണം രചിക്കപ്പെട്ടത് വാൽമീകി മഹർഷിയാലാണ്. അദ്ദേഹത്തിനെ ആദ്യ കവി എന്നും അദ്ദേഹത്താൽ രചിക്കപ്പെട്ട രാമായണം, വാൽമീകി രാമായണം, ആദ്യ കാവ്യമെന്നുമാണ് അറിയപ്പെടുന്നത്. അതിനുശേഷം അനവധി ആൾക്കാർ രാമായണം സംസ്കൃത ഭാഷയിലും മറ്റു ഭാഷകളിലെല്ലാം രചിച്ചു. അങ്ങനെ സംസ്കൃത പണ്ഡിതന്മാരല്ലാത്തവർക്ക് അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പോൾ നമ്മുടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അദ്ദേഹം രാമായണത്തിനെ വളരെ ലളിതമായ പദങ്ങൾ കൊണ്ട് എഴുതി തീർത്ത് ശ്രീരാമൻ്റെ ഭക്തിരസപ്രധാനമായ ആ കഥ മുഴുവൻ ജനങ്ങൾക്ക് മനസ്സിൽ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണമുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി. അദ്ദേഹം രാമായണം, അധ്യാത്മരാമായണം കിളിപ്പാട്ട് രചിച്ചു. എന്താണ് ഇതിന് കിളിപ്പാട്ട് എന്ന് പറയുന്നത്? ഈ അദ്ദേഹം രചിച്ച ഈ രാമായണം കിളിപ്പാട്ട്, അധ്യാത്മരാമായണം കിളിപ്പാട്ട് മുഴുവൻ ഒരു കിളിയെ കൊണ്ട് കഥ പറയിക്കുന്ന രൂപത്തിലാണ് അദ്ദേഹം രചിച്ചിരിക്കുന്നത്. മാത്രമല്ല, പാർവതീദേവി ശിവൻ്റെ അടുത്ത് വന്ന് ശിവനോട് രാമായണം കഥ പറയണമെന്ന് ആവശ്യപ്പെടുകയും ഭഗവാൻ ശിവൻ അത് ചുരുക്കത്തിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പക്ഷേ ദേവിക്കത് കേട്ടിട്ട് അല്പം പോലും തൃപ്തിയായില്ല. വളരെ വിശദമായിട്ട് എനിക്ക് രാമായണ കഥ കേൾക്കണം, അങ്ങത് പറഞ്ഞു തരണം, അതിനുള്ള ദയവുണ്ടാവണം എന്ന് പറഞ്ഞപ്പോൾ ശിവൻ പാർവതിക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കുന്ന രൂപത്തിൽ ആണ് ഇതിൻ്റെ രചന മുഴുവൻ നടന്നിരിക്കുന്നത്. കൂടാതെ ആ രചന ഒരു കിളിയെ കൊണ്ട് പറയിക്കുന്ന രൂപത്തിൽ. അതുകൊണ്ടാണ് രാമായണം കിളിപ്പാട്ട് എന്നതിന് പേര് വന്നത്. പിന്നെ ഇത് വായന തുടങ്ങുമ്പോഴും വായിച്ചിട്ട് നിർത്തുന്ന സന്ദർഭങ്ങളിലും ചില ചിട്ടകളെല്ലാം ഉണ്ട്. അത് ഞാൻ വിശദമാക്കി തരാം. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. അങ്ങനെയാണ് രാമായണം വായിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യത്തെ നമ്മുടെ പ്രാർത്ഥന അതാണ്. ഇവിടെ നമ്മൾ ഹരി പറഞ്ഞാൽ വിഷ്ണു ഭഗവാൻ, ഹരിശ്രീ ഗണപതി എന്ന ശ്രീ പറഞ്ഞാൽ ലക്ഷ്മി ദേവി, ഗണപതി ആണ്. ഗണപതി ഭഗവാനെ ബന്ധിച്ചുകൊണ്ടാണ് നമ്മൾ ഏതൊരു പ്രവർത്തനവും തുടങ്ങാൻ പാടുള്ളൂ എന്നാണ് നമ്മുടെ സങ്കല്പം. നമ്മൾ അങ്ങനെയാണ് പലതും, ഏത് പൂജകൾ ചെയ്യുമ്പോഴും എന്ത് ഗ്രന്ഥം വായിക്കുമ്പോഴും ആദ്യം
ഗണപതിയെ ഓർത്തുകൊണ്ട് വേണമെന്നാണ് വെപ്പ്. അതുകൊണ്ട് ഹരിശ്രീ ഗണപതയേ നമ, അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഗണപതിയെ പ്രാർത്ഥിക്കുന്നതോടുകൂടി തന്നെ നമ്മൾക്ക് എഴുതാനും വായിക്കാനും വിദ്യ പകർന്നു തന്ന അനേകം ഗുരുവര്യന്മാർ നമ്മുടെ ജീവിതത്തിലുണ്ട്. അവർക്കെല്ലാം കൂടിയുള്ള ഒരു ഗുരുവന്ദനം കൂടിയാണ് ഗുരുഭ്യോ നമ എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ രാമായണം വായന തുടങ്ങുന്ന സന്ദർഭങ്ങളിൽ ആദ്യം അതിൻ്റെ രചയിതാവായ വാൽമീകി മഹർഷിയെ ഓർക്കണം. അദ്ദേഹത്തിനെ സ്തുതിച്ചുകൊണ്ട് ഒരു 4 വരി ആദ്യം നമ്മൾ ചൊല്ലേണ്ടതുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. അതിനുശേഷം നാം നിത്യേന വായിക്കുന്ന കേരളത്തിൽ പ്രചാരത്തിലുള്ള രാമായണം കിളിപ്പാട്ടിൻ്റെ രചയിതാവ് തുഞ്ചത്ത് എഴുത്തച്ഛനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതിയാണ് നമ്മളിവിടെ സാധാരണ വായിക്കുന്നത്. തുഞ്ചത്ത് രാമായണ എഴുത്തച്ഛൻ്റെ രാമായണം കിളിപ്പാട്ട്. അതുകൊണ്ട് അതിൻ്റെ രചയിതാവായ തുഞ്ചത്ത് ആചാര്യനെ സ്മരിച്ചുകൊണ്ട് ഒരു 4 വരി ചൊല്ലണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്നീഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. അങ്ങനെ തുഞ്ചത്ത് രാമായണത്തിനെ നമ്മൾ ഒന്നിച്ച ശേഷമാണ് രാമായണം പാരായണത്തിലേക്ക് കടക്കുന്നത്. ഇനി പാരായണമെല്ലാം കഴിഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ചില ചിട്ടകളുണ്ട്. അത് സാധാരണഗതിയിൽ വ, യ, ല, ത, ക, ര ഈ അക്ഷരങ്ങളിലാണ് സാധാരണ അവസാനിപ്പിക്കുക. അതുപോലെ ശുഭകരമായ ഭാഗങ്ങൾ നോക്കിയിട്ട് അവസാനിപ്പിക്കാനും ശ്രദ്ധിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് വളരെ വേദനാജനകമായൊരു ഭാഗം, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാളെ വധിക്കുന്നൊരു ഭാഗം, അങ്ങനെ ഭാഗങ്ങളിലല്ല അധികം നമ്മൾ നിർത്തുന്നത്. നല്ല കഴിയുന്നത്ര ശുഭകരമായ ഭാഗങ്ങൾ നോക്കിയിട്ട് രാമായണ പാരായണം നിർത്താൻ ശ്രമിക്കണം. ഇനി രാമായണ പാരായണം നിർത്തുമ്പോൾ ചെയ്യേണ്ട ചില ചിട്ടകളെന്ന് വെച്ചാൽ, നമുക്ക് ഒരു തീർച്ചയാണ് ഒരു ദിവസം കൊണ്ട് നമുക്ക് ഈ രാമായണ ഗ്രന്ഥം മുഴുവൻ വായിച്ച് തീർക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പാർട്ടായിട്ട് കുറേശ്ശെയായിട്ടാണ് ഓരോ ദിവസങ്ങളും വായിക്കുക. അതുകൊണ്ട് നമുക്ക് ആ കഥ മുഴുവനാവുന്നില്ല ഒരു ദിവസം കൊണ്ട്. അപ്പോൾ നമ്മൾ ഇടയിൽ വെച്ച് നിർത്തുന്ന ഒരു സമ്പ്രദായം പോലെ മാറുമല്ലോ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഏകശ്ലോകി രാമായണം ചൊല്ലാറുണ്ട്. നിർത്തുമ്പോൾ നമ്മൾ അതാണ് ചൊല്ലുക. അതെന്താണെന്ന് വെച്ചാൽ, പൂർവം രാമതപോവനാനിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണകുംഭകർണനിധനം ഏതദ്ധി രാമായണം. ഇതുകൂടി ചൊല്ലി ഇനി നമ്മൾ ഹനുമാൻ സ്വാമിയെ കൂടി വന്ദിച്ച ശേഷമാണ് നമ്മൾ രാമായണ ഗ്രന്ഥം മടക്കി വയ്ക്കുക. അത് ഏത് തരത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനോജിതം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഇങ്ങനെയാണ് രാമായണ വായനയുടെ ആരംഭത്തിൻ്റെയും അവസാനത്തിൻ്റെയും ചിട്ടകൾ. ഇനി ഞാൻ രാമായണത്തിൻ്റെ ആരംഭത്തിലെ അല്പം വരികൾ വായിക്കാം. അത് നമ്മുടെ ഗ്രന്ഥകർത്താവ് എല്ലാവരെയും സ്തുതിക്കുന്ന ഭാഗമാണ്. അപ്പോൾ അത് 1-2 പേജുകളോളം ഉണ്ട്. അത്രയൊന്നുമില്ല, അല്പം കുറച്ച് വരികൾ വായിച്ച ശേഷം നിർത്താം. ഹരിശ്രീ ഗണപതിയേ നമ, അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ബാലകാണ്ഡം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ
ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതി. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ. വാണിടുക നാരദമെന്നുടെ നാവുതന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ. നാണമെന്നിയെ മുതാ നാവിന്മേൽ നടനം ചെയ്യണാങ്കാനനെ യഥാ കാനനേ ദിഗംബരൻ. വാരിജോത്ഭവമുഖ വാരിജവാസേ വാലേ വാരിധികളിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ പാരാദസലക്ഷണം മേന്മേൽ മംഗലശീലേ. ഈ തരത്തിൽ സ്തുതികളിലാണ് തുടങ്ങുന്നത്. ഇനി അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂർവം രാമതപോവനാനിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണകുംഭകർണനിധനം ഏതദ്ധി രാമായണം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. മനോജിതം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയോധമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. നിങ്ങൾക്കെല്ലാവർക്കും ഭക്തിസാന്ദ്രമായ ഒരു രാമായണ മാസം നേർന്നുകൊണ്ട് ശുഭകരമായൊരു മാസം നിങ്ങൾക്ക് ഭഗവാൻ അനുഗ്രഹിച്ചരുളട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ.